Third property is associativity. Associativity states that if L with less than or equal is a lattice, then for any three elements A, B, C element of L, A join B join C is equal to A join B join C, and A meet B meet C is equal to A meet B meet C. അപ്പോൾ അസോസിയേറ്റിവിറ്റി നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിൽ അസോസിയേറ്റിവിറ്റിയിൽ ജോയിൻ മാത്രമേ ഇവിടെ ഞാൻ പ്രൂഫ് പറയുന്നുള്ളൂ. നിങ്ങളുടെ മീറ്റിൻ്റെ പ്രൂഫ് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ഇതിൽ അസോസിയേറ്റിവിറ്റി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ പാർഷ്യൽ ഓർഡർ റിലേഷൻ്റെ ആൻറ്റിസിമെട്രിക് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ആൻറ്റിസിമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ദെൻ എ ഈസ് ഈക്വൽ ടു ബി. ഇപ്പോൾ രണ്ട് ഇന്നിക്വാളിറ്റീസ് പ്രൂവ് ചെയ്യുന്നു. ആ രണ്ട് ഇന്നിക്വാളിറ്റീസ് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? എയും ബിയും ഈക്വൽ ആണെന്ന് പറയാം. ഇതേ പ്രോപ്പർട്ടി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അസോസിയേറ്റിവിറ്റി പറയുന്നതിന് മുന്നേ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്താണെന്ന് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കുക. ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ദറ്റ് ഈസ് എ ജോയിൻ ബി. എ ജോയിൻ ബി എന്ന് പറയുന്ന ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണെന്നെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ആയിരിക്കും ആൻഡ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി. ലെറ്റ് സി ബി എനി അതർ അപ്പർ ബൗണ്ട് ഓഫ് എ ജോയിൻ ബി. any other upper bound of A and B, then A join B is less than or equal to C. ഇപ്പോൾ A join B എന്ന് പറയുന്ന ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ A join B is less than or equal to C ആയിരിക്കും. ഇപ്പോൾ എയുടെയും ബിയുടെയും അപ്പർ ബൗണ്ടും ആയിരിക്കും. മറ്റേതൊരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അതിനേക്കാളും ചെറുതുമായിരിക്കും. ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് പ്രൂഫിൽ പറയുന്നത് സിൻസ് എ ജോയിൻ ബി ജോയിൻ സി ഈസ് ദി ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ ജോയിൻ ബി ആൻഡ് സി, ദെൻ എ ജോയിൻ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി, ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ആൻഡ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ C, that is equation number 2. ഇപ്പോൾ ഇവിടെ പറയുന്നത് എ ജോയിൻ ബി ജോയിൻ സി എന്ന് പറയുന്നത് എ ജോയിൻ ബിയുടെയും സിയുടെയും ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്. അതുകൊണ്ട് തന്നെ എ ജോയിൻ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി ആയിരിക്കും ആൻഡ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി. അപ്പോൾ എ ജോയിൻ ബിയുടെയും സിയുടെയും അപ്പർ ബൗണ്ടാണ് എ ജോയിൻ ബി ജോയിൻ സി എന്ന് കിട്ടി. അടുത്തത് സിൻസ് എ ജോയിൻ ബി ഈസ് ദി ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് എ ജോയിൻ ബി എന്നുള്ളത്. സോ വി ക്യാൻ റൈറ്റ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി, ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3, ആൻഡ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി, ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. സെയിം പ്രോപ്പർട്ടി വെച്ച് തന്നെയാണ് എ ജോയിൻ ബി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എയുടെയും അപ്പർ ബൗണ്ട് ആയിരിക്കും ബിയുടെയും അപ്പർ ബൗണ്ട് ആയിരിക്കും. ദാറ്റ് ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ആയിരിക്കും ആൻഡ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി. ഫ്രം ഇക്വേഷൻ 3 ആൻഡ് 1, 3യിൽ നിന്നും 1ൽ നിന്നും. അപ്പോൾ 3 പറയുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ആൻഡ് എ ജോയിൻ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി. So by the transitive property we can say that A is less than or equal to A join B join C. For equations from 3 and 1 we can write A is less than or equal to A join B join C. That is equation number 5. And from 4 and 1, equations 4 and 1. Equation 4 is B less than or equal to A join B and 1 is A join B is less than or equal to A join B join C. By the same transitive property, we can write B is less than or equal to A join B join C. That is equation number 6. By transitivity, നമ്മുടെ ഇതിൻ്റെ റീസൺ എല്ലാം നോട്ടിൽ എഴുതിയിട്ടുണ്ട്, അതൊന്നുകൂടെ നോക്കണം.
റീസൺ നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്, അത് റീസൺ ഞാൻ ഇവിടെ എഴുതുന്നില്ല, പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിച്ച് വേണം ഇരിക്കാൻ, നോട്ട് നോക്കിയിട്ട് വേണം ഇരിക്കാനേ. അപ്പോൾ പറഞ്ഞത് ഇക്വേഷൻ 4 നിന്നും 1 നിന്നും 4 and 1 നിന്ന് B is less than or equal to A join B and A join B is less than or equal to A join B join C. So we can write B is less than or equal to A join B join C. Now from equations 2 and 6, 2ഉം 6ഉം ഒന്ന് നോക്കിയേ. 2 എന്ന് പറയുന്നത് C is less than or equal to A join B join C and 6 B is less than or equal to A join B join C. So we get A join B join C is an upper bound of both B and C. ബിയുടെയും സിയുടെയും അപ്പർ ബൗണ്ടാണ് A join B join C എന്ന് കിട്ടും. അപ്പോൾ എന്താ പറഞ്ഞത്? ഫ്രം 6 and 2 ബിയുടെയും സിയുടെയും അപ്പർ ബൗണ്ടാണ് എ ജോയിൻ ബി ജോയിൻ സി. റൈറ്റ് സൈഡ് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എ ജോയിൻ ബി ജോയിൻ സി എന്ന് പറയുന്നത് ബിയുടെയും സിയുടെയും അപ്പർ ബൗണ്ടാണ്. അങ്ങനെ അപ്പർ ബൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ബിയുടെയും സിയുടെയും ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് ബി ജോയിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ therefore by the definition of ജോയിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ബി ജോയിൻ സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി എന്ന് കിട്ടും. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 7. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ ലീസ്റ്റ് അപ്പർ ബൗണ്ടിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് എഴുതുന്നത്. ലെറ്റ് സി ബി എനി അതർ അപ്പർ ബൗണ്ട് ഓഫ് എ ബി ദെൻ എ ജോയിൻ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ബിയുടെയും സിയുടെയും അപ്പർ ബൗണ്ടാണ് എ ജോയിൻ ബി ജോയിൻ സി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബിയുടെയും സിയുടെയും ലീസ്റ്റ് അപ്പർ ബൗണ്ട് േക്കാളും വലുതായിരിക്കും ഈ പറഞ്ഞ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. ബി ജോയിൻ സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി എന്ന് കിട്ടും. ദെൻ ഫ്രം 5 and 7, 5 നിന്നും 7 നിന്നും നമുക്ക് എന്ത് പറയാം? ഇതവിടെ റൈറ്റ് സൈഡ് രണ്ട് സ്ഥലത്തും ഈക്വൽ ആണ്. എ ജോയിൻ ബി ജോയിൻ സി ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ബോത്ത് എ ആൻഡ് ബി ജോയിൻ സി. By the same definition of join from 5 and 7 we can write A join B join C is an upper bound of both A and B join C. So the least upper bound, so A join B join C is less than or equal to A join B join C. നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ ലീസ്റ്റ് അപ്പർ ബൗണ്ടിൻ്റെ ഡെഫിനിഷൻ വെച്ച് മറ്റേതെങ്കിലും ഒരു അപ്പർ ബൗണ്ടിനേക്കാളും ചെറുതായിരിക്കും അതിൻ്റെ ജോയിൻ എന്നുള്ളത്. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 8. അപ്പോൾ നമുക്ക് ഒരു ഇൻഇക്വാളിറ്റി കിട്ടി. എ ജോയിൻ ബി ജോയിൻ സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി എന്നുള്ള ഒരു ഇൻഇക്വാളിറ്റി നമുക്കിവിടെ കിട്ടി. ഇതുപോലെ സിമിലർലി എ ജോയിൻ ബി ജോയിൻ സി ഈസ് ദി ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ ആൻഡ് ബി ജോയിൻ സി. എയുടെയും ബി ജോയിൻ സിയുടെയും ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് എ ജോയിൻ ബി ജോയിൻ സി എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 9. ആൻഡ് ബി ജോയിൻ സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 10. ഈ 10 തന്നെ ഞാൻ ഒരു കാര്യം കൂടെ എഴുതുന്നു. ബി ജോയിൻ സി എന്ന് പറയുന്നത് നമുക്ക് ഇത് മനസ്സിലായി. എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി ആൻഡ് ബി ജോയിൻ സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ എഴുതുന്നു. ഈ ബി ജോയിൻ സി എന്ന് പറയുന്നത് ബിയുടെയും സിയുടെയും എന്താണ് ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്. സോ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ജോയിൻ സി ആയിരിക്കും. ആൻഡ് ഓൾസോ C is less than or equal to B join C and this B join C is less than or equal to A join B join C. That is equation number 11. From 9 and 10, 9 നിന്നും 10 നിന്നും എന്ത് കിട്ടും? From 9 and 10 we get A join
ഇത് നോക്കുന്നു, എയും ബിയും. എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി ആൻഡ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി. സോ എയുടെയും ബിയുടെയും അപ്പർ ബൗണ്ടാണ് എ ജോയിൻ ബി ജോയിൻ സി എന്ന് കിട്ടും. സോ എ ജോയിൻ ബി that is less than or equal to A join B join C by the definition of join. That is equation number 12. From 11 and 12. 11 നിന്നും 12 നിന്നും എന്ത് കിട്ടും? സോ എ ജോയിൻ ബിയുടെ അപ്പർ ബൗണ്ടാണ് എ ജോയിൻ ബി ജോയിൻ സി, അതുപോലെ സിയുടെ അപ്പർ ബൗണ്ടാണ് എ ജോയിൻ ബി ജോയിൻ സി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ലീസ്റ്റ് അപ്പർ ബൗണ്ട് ദാറ്റ് ഈസ് എ ജോയിൻ ബി ജോയിൻ സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ജോയിൻ ബി ജോയിൻ സി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 13. From equation 8 and 13, by the anti-symmetry property of less than or equal, by the anti-symmetry we can say that A join B join C is equal to A join B join C. That is the associative property.